സ്നേഹമുള്ളവരെ, നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്, പ്രതികരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ്. അത് സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. ഇന്നത്തെ സുവിശേഷത്തിലും ഇതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യർ അവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതികരണങ്ങൾ, താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് യേശു പറയുമ്പോൾ അത് വിശ്വസിക്കുവാനായിട്ട് യേശുവിനൊപ്പമുണ്ടായിരുന്ന പല മനുഷ്യർക്കും സാധിക്കുന്നില്ല. അവർ അതിൻ്റെ പുറമേയുള്ള അർത്ഥം മാത്രമാണ് നോക്കിപ്പോകുന്നത്. മാത്രവുമല്ല, യേശുവിൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന്, യേശുവിൻ്റെ ഭൗതികമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്ന് അവർ കാണുകയും വിമർശിക്കുകയും, അവൻ്റെ കുടുംബത്തെ നമുക്കറിയില്ല, അവരെല്ലാവരും നമ്മോടൊപ്പമില്ല, ഇവന് അത്ഭുതം ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ പോകുന്നു അവരുടെ ചിന്തകൾ. ഇപ്രകാരം പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും വിമർശനങ്ങളുമൊക്കെ ഉണ്ടായിട്ടും യേശു താൻ പറഞ്ഞതും പഠിപ്പിച്ചതും മാറ്റിപ്പറയുന്നില്ല. യേശു ആ സത്യത്തിൽ തന്നെ നിലനിൽക്കുകയാണ്. എങ്ങനെയാണ് യേശുവിന് ഇത് സാധിച്ചത്? എവിടെ നിന്നാണ് യേശുവിന് ഇതിനുള്ള ശക്തി ലഭിച്ചത്? ഉത്തരം വളരെ ലളിതമാണ്. താൻ ആരാണെന്ന്, തൻ്റെ വിളി എന്താണെന്ന്, തൻ്റെ ദൗത്യം എന്താണെന്ന് യേശുവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് യേശുവിന് സാധിക്കുന്നത്. ദൈവികമായിട്ടുള്ള ശക്തിയിൽ ആണ് യേശു സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ നിലപാടിൽ വെള്ളം ചേർക്കുവാനായിട്ട് യേശുവിന് സാധിക്കില്ല. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ, ക്രിസ്തീയ സമൂഹത്തിൻ്റെ ചില അവസ്ഥകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. പല കാര്യങ്ങളും അംഗീകരിക്കുവാനായിട്ട് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിന് ഇന്ന് വിമുഖതയുണ്ട്. അത് സത്യമാണെങ്കിലും നീതിയാണെങ്കിലും. ഒറ്റയ്ക്കും കൂട്ടായും, രഹസ്യമായിട്ടും പരസ്യമായിട്ടും, സംഘടിതമായും അല്ലാതെയുമൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുന്ന പ്രവണതകൾ നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇന്നത്തെ ലോകം അതാണ്. എന്ത് ചെയ്താലും അത് ശരിയായാലും തെറ്റായാലും അതിനെ ന്യായീകരിക്കുവാനായിട്ട് ക്യാപ്സൂളുകൾ ഇറക്കുവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ പല സത്യമായിട്ടുള്ള നിലപാടുകളും എതിർക്കപ്പെടുന്നുണ്ട്, വിമർശിക്കപ്പെടുന്നുണ്ട്, പരിഹസിക്കപ്പെടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, സത്യത്തിന് വിജയമുണ്ടാകണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. സത്യത്തോട് നീതി പുലർത്തുവാനായിട്ട്, വിശ്വസ്തത പുലർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ശക്തി ആവശ്യമാണ്, ദൈവികമായിട്ടുള്ള ശക്തി ആവശ്യമാണ്. അതല്ലാതെ നമ്മുടെ ചില താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ നിലപാടുകൾ മാറ്റിപ്പറയുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ വെള്ളം ചേർക്കുമ്പോൾ, അവിടെയൊക്കെ നമ്മൾ ക്രിസ്തുവിന് എതിരായിട്ട് ആണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾക്ക് ശക്തിയില്ലാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലരും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ നിലപാടുകളെയും ഒക്കെ വെല്ലുവിളിക്കുന്നത്. സുവിശേഷം നമ്മുടെ പാദങ്ങൾക്ക് പ്രകാശമാണ്. ഈ സുവിശേഷത്തിൻ്റെ ദൈവികമായിട്ടുള്ള പ്രകാശത്തിലാണ് നമ്മൾ ചരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ പ്രകാശത്തിലാകുമ്പോൾ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുവാനായിട്ട്, അതിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടാത്ത, അതിനെ എതിർക്കുന്നവർ പിറുപിറുക്കും, മുറുമുറുക്കും. എന്നാൽ സത്യം ഈ വിമർശനങ്ങൾക്കും മുറുമുറുപ്പുകൾക്കും അടിയറ വയ്ക്കുവാനായിട്ടുള്ളതല്ല. സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൻ്റെ ശക്തിയിൽ, ദൈവം നൽകുന്ന ധൈര്യത്തിൽ നമുക്ക് ശക്തമായിട്ടുള്ള, നീതിയായിട്ടുള്ള, നന്മയായിട്ടുള്ള നിലപാടുകൾ എടുക്കുവാനായിട്ട് സാധിക്കണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ഈ ശക്തിയാൽ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.